ഖലിസ്ഥാൻ ഭീകരരിൽ നിന്ന് അരവിന്ദ് കെജ്രിവാൾ വൻ തുക കൈപ്പറ്റിയതായി ഗുർപത്വന്ത് സിംഗ് പന്നു. 2014-22 കാലയളവിൽ $16 മില്യൺ കെജ്രിവാൾ കൈപ്പറ്റി. 93-ലെ മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി ബുള്ളറുടെ മോചനം സാധ്യമാക്കാമെന്ന് വാഗ്ദാനം നൽകിയാണ് പണം പിരിച്ചത്. ന്യൂയോർക്ക് റിച്ച്മൗണ്ട് ഹിൽസിലെ ഗുരുദ്വാരയിലെത്തി മോചനത്തിന് ശ്രമിക്കാമെന്ന് വാഗ്ദാനം നൽകിയെന്നും പന്നുൻ പറയുന്നു. ന്യൂയോർക്ക് റിച്ച്മോണ്ട് ഹിൽസ് ഗുരുദ്വാരയിലെത്തി അരവിന്ദ് കെജ്രിവാൾ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. തുടർന്നാണ് ദേവിന്ദർ പാൽ സിംഗ് ബുള്ളറുടെ മോചനം കെജ്രിവാൾ വാഗ്ദാനം ചെയ്തതെന്നും ഗുർപത്വന്ത് സിംഗ് പന്നൂൻ വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. ਅੱਜ 9ਵਾਂ ਸਾਲ ਹੈ ਇਹਨਾਂ ਦੀ ਸਰਕਾਰ ਬਣੀ ਨੂੰ, ਪਰ ਪ੍ਰੋਫੈਸਰ ਦਵਿੰਦਰ ਪਾਲ ਸਿੰਘ ਭੁੱਲਰ ਤਾਂ ਕੀ ਛੱਡਣਾ ਸੀ। ਬਾਕੀ ਸਿੰਘ ਜਿਹੜੇ ਅੱਜ ਖਾਲਿਸਤਾਨ ਦੀ ਗੱਲ ਕਰਦੇ ਆ, ਉਹ ਪੰਜਾਬ ਦੇ ਵਿੱਚ ਕਿਸ ਭੰਡਮਾਨ ਜਿਹੜਾ ਪਹਿਲੋਂ ਬਾਦਲ ਮਨਪ੍ਰੀਤ ਦਾ ਦਲਾਲ ਰਿਹਾ 2012 ਦੇ ਵਿੱਚ ਲੱਖਾਂ ਡਾਲਰ ਲੈ ਗਿਆ, ਔਰ ਉਸ ਤੋਂ ਬਾਅਦ 2014 ਤੋਂ ਲੈ ਕੇ ਅੱਜ ਤਾਈਂ $16 ਮਿਲੀਅਨ ਖਾਲਿਸਤਾਨੀ ਪੱਖੀ ਧਿਰਾਂ ਨੇ ਦਿੱਤਾ। ਇਹ ਆਮ ਆਦਮੀ ਪਾਰਟੀ ਦੀ ਸਰਕਾਰਾਂ ਬਣਾਉਣ ਨੂੰ ਝੂਠੇ ਪੁਲਿਸ ਮੁਕਾਬਲੇ ਇਸ ਅਰਵਿੰਦ ਕੇਜਰੀਵਾਲ ਦੀ ਹਦਾਇਤਾਂ ਤੇ ਡਾਇਰੈਕਸ਼ਨ ਹੇਠ ਹੋ ਰਿਹਾ ਹੈ। ਜ਼ਿੰਮੇਵਾਰ ਹੈ $16,000 മില്യൺ ഈ വാഗ്ദാനത്തിന്റെ പിൻബലത്തിൽ കെജ്രിവാൾ സംഭാവനയായി നേടി. ഡൽഹിയിലും പ്രാന്തപ്രദേശങ്ങളിലും ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് തുക ഉപയോഗിച്ചതെന്നാണ് ആരോപണം. എന്നാൽ ഇത് സംബന്ധിച്ച് ഭാരതത്തിന്റെ രഹസ്യാന്വേഷണ ഏജൻസികളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അക്കാരണത്താൽ തന്നെ ഏതുവഴിയിലാണ് തുക കൈമാറ്റം ചെയ്യപ്പെട്ടതെന്ന് ദുരൂഹമായി തുടരുന്നു. ഖലിസ്ഥാൻ ഭീകരരുടെ പണം സ്വീകരിച്ച് തീവ്രവാദ കേസിൽ ജയിലിൽ കഴിയുന്നയാളെ മോചിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് പുറത്തുവരുന്നത്. 1993 ഡൽഹിയിൽ 9 പേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിന് ഉത്തരവാദിയാണ് ദേവിന്ദർ പാൽ സിംഗ് ബുള്ളർ. അനധികൃത മാർഗത്തിൽ പണം സമാഹരിക്കുകയും ഭീകരവാദത്തിന് ഒത്താശ ചെയ്യുകയും ചെയ്തു എന്ന ആരോപണമാണ് കെജ്രിവാളിനെതിരെ പുതുതായി ഉയരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.